എന്നേക്കും നിലനിൽക്കുന്നത് എന്ത്? ഭൂമി. ഡാഷ് വരുന്നു പോകുന്നു, ഭൂമിയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. പൂരിപ്പിക്കുക. തലമുറകൾ. വ്യഗ്രതയോടെ ചെയ്യാൻ മനുഷ്യനെ ജോലികൾ ഏൽപ്പിച്ചതാര്? ദൈവം. എല്ലാം മിഥ്യയും പാഴ്വേലയുമാണ്. ഏതെല്ലാം? സൂര്യന് കീഴെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും. സഭാപ്രസംഗകൻ 1:15 അസാധ്യമായത് എന്താണ്? ഇല്ലാത്തത് എണ്ണുക. അറിവ് വർദ്ധിക്കുമ്പോൾ വർദ്ധിക്കുന്നത് എന്ത്? വ്യസനം. ജെറുസലേമിൽ രാജാവും ദാവീദിന്റെ പുത്രനും ആര്? സഭാപ്രസംഗകൻ. സകലവും മനുഷ്യന് എന്താണെന്നാണ് സഭാപ്രസംഗകൻ പറയുന്നത്? ക്ലേശഭൂയിഷ്ഠം. ആർക്കും കഴിയുകയില്ല എന്ന് സഭാപ്രസംഗകൻ പറയുന്നതെന്ത്? വളഞ്ഞതു നേരെയാക്കാൻ. ജെറുസലേമിൽ എനിക്ക് മുൻപുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയുംക്കാൾ അധികം ഞാൻ എന്തു സമ്പാദിച്ചു? ജ്ഞാനം. ദുഃഖം ഏറുന്നത് എപ്പോൾ? ജ്ഞാനമേറുമ്പോൾ. ചിരി ഭ്രാന്താണെന്നും ഡാഷ് നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി. പൂരിപ്പിക്കുക. സുഖഭോഗങ്ങൾ. എന്തിനെയെല്ലാമാണ് സഭാപ്രസംഗകൻ വിവേചിച്ചറിയാൻ തുടങ്ങിയത്? ജ്ഞാനവും ഉന്മത്തതയും ഭോഷത്വവും. ഭോഷത്വത്തെ അതിശയിക്കുന്നത് എന്ത്? ജ്ഞാനം. ഭോഷനെ പോലെ തന്നെ ജ്ഞാനിക്കും ലഭിക്കാത്തത് എന്ത്? ശാശ്വത സ്മരണ. ദുഃഖസങ്കുലമായിട്ടുള്ളത് എന്ത്? അധ്വാനം. ആർക്കാണ് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നത്? തന്നെ പ്രസാദിപ്പിക്കുന്നവന്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ധനം ശേഖരിച്ചു കൂട്ടാനുള്ള ജോലി ലഭിക്കുന്നത് ആർക്കാണ്? പാപിക്ക്. തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം പ്രദാനം ചെയ്യുന്നത് എന്ത്? ജ്ഞാനവും അറിവും ആനന്ദവും. ആർക്ക് കാണാനാണ് കണ്ണുള്ളത്? ജ്ഞാനിക്ക്. ഭോഷൻ നടക്കുന്നത് എവിടെ? ഇരുട്ടിൽ. ആരിൽ നിന്ന് അകന്നു ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക എന്നാണ് സഭാപ്രസംഗകൻ ചോദിക്കുന്നത്? ദൈവത്തിൽ നിന്ന്. മനുഷ്യ മനസ്സിൽ അവിടുന്ന് നിക്ഷേപിച്ചിരിക്കുന്നത് എന്ത്? കാലത്തിൻ്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം. മനുഷ്യന് ആദ്യന്തം ഗ്രഹിക്കാൻ കഴിവില്ലാത്തത് എന്ത്? ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. ഡാഷ് ശാശ്വതമാണെന്ന് സഭാപ്രസംഗകൻ അറിയുന്നു. പൂരിപ്പിക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം. എന്തിനെയാണ് ദൈവം യഥാകാലം തിരികെ കൊണ്ടുവരുന്നത്? കടന്നുപോയ ഓരോന്നിനെയും. സൂര്യന് കീഴെ നീതി പുലരേണ്ടതായ ഏതിടത്താണ് തിന്മ കുടികൊള്ളുന്നതായി കണ്ടത്? ന്യായപീഠത്തിൽ. ആരെയെല്ലാം ദൈവം വിധിക്കുമെന്നാണ് സഭാപ്രസംഗകൻ വിചാരിച്ചത്? നീതിമാനെയും ദുഷ്ടനെയും. ഒന്ന് ചാകുന്നത് പോലെ മറ്റേതും ചാകുന്നു എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? മനുഷ്യമക്കളും മൃഗങ്ങളും. കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം. പൂരിപ്പിക്കുക. വിലപിക്കാൻ ഒരു കാലം. ആര് വെറും മൃഗങ്ങളാണെന്ന് അവരെ കാണിക്കാൻ വേണ്ടി ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്ന് സഭാപ്രസംഗകൻ കരുതിയത്? മനുഷ്യമക്കൾ. ആർക്കാണ് മൃഗത്തേക്കാൾ യാതൊരു മേന്മയും ഇല്ലാത്തത്? മനുഷ്യന്. എല്ലാ അധ്വാനവും എല്ലാ വൈദഗ്ധ്യവും മനുഷ്യരുടെ ഡാഷ് ഫലമാണെന്ന് ഞാൻ ഗ്രഹിച്ചു. പൂരിപ്പിക്കുക. പരസ്പര സ്പർദ്ധയുടെ. ആരാണ് കയ്യും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നത്? ഭോഷൻ. ഇരു കൈകളും നിറയെയുള്ള അധ്വാനത്തെക്കാളും പാഴ്വേലയേക്കാളും ഉത്തമമായിട്ടുള്ളത് എന്ത്? ഒരു പിടി സ്വസ്ഥത. പുത്രനോ സഹോദരനോ ആരുമില്ലാത്തവനും അറുതിയില്ലാത്തത് എന്തിന്?
അധ്വാനത്തിന് ഡാഷ് എത്രയായാലും അവനു മതി വരുന്നില്ല. പൂരിപ്പിക്കുക. ധനം വേഗം പൊട്ടുകയില്ലാത്തത് എന്ത്? മുപ്പിരിച്ചരട്. ഉപദേശം നിരസിക്കുന്ന വിഡ്ഢിയും വൃദ്ധനുമായ രാജാവിനേക്കാൾ ഭേദമായത് ആര്? നിർധനനെങ്കിലും ബുദ്ധിമാനായ യുവാവ്. സഭാപ്രസംഗകൻ 4:7 പ്രകാരം മിഥ്യ കണ്ടതെവിടെ? സൂര്യന് കീഴെ. സൂര്യന് കീഴെ വീണ്ടും ഞാൻ ഡാഷ് കണ്ടു. പൂരിപ്പിക്കുക. മിഥ്യ. എവിടെ പോകുമ്പോഴാണ് സൂക്ഷ്മതയുള്ളവനായിരിക്കേണ്ടത്? ദേവാലയത്തിൽ. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നത് എന്നറിയാത്തത് ആര്? ഭോഷന്മാർ. എപ്പോഴാണ് മൂഢജൽപ്പനമാകുന്നത്? വാക്കുകളേറുമ്പോൾ. അവിടത്തേക്ക് പ്രീതിയില്ലാത്തത് ആരിൽ? മൂഢരിൽ. സ്വപ്നങ്ങളേറുമ്പോൾ വർദ്ധിക്കുന്നത് എന്ത്? പൊള്ളവാക്കുകൾ. ആർക്കാണ് സുഖനിദ്ര ലഭിക്കുന്നത്? അധ്വാനിക്കുന്നവന്. ധനികന്റെ ഉറക്കം കെടുത്തുന്നതെന്ത്? അമിത സമ്പാദ്യം. ആരാണ് തൻ്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നത്? ധനികൻ. തെറ്റുപറ്റിയതാണെന്ന് ആരോട് പറയാൻ ഇടവരുത്തരുതെന്നാണ് പറയുന്നത്? ദൂതനോട്. ദുഃഖസ്വപ്നങ്ങൾ കൂടുന്നതെപ്പോൾ? ആകുലതയേറുമ്പോൾ. ഒരുവൻ ആഗ്രഹിക്കുന്നതിൽ ഒന്നിനും കുറവ് വരാത്ത വിധം ദൈവം അവന് നൽകുന്നതെന്ത്? സമ്പത്ത്, ഐശ്വര്യം, കീർത്തി. മനുഷ്യന്റെ അധ്വാനം എന്തിനു വേണ്ടിയാണ്? ഉദരപൂരണത്തിന്. സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത് എന്താണ്? കൺമുൻപിലുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നത്. വാക്കുകളുടെ പെരുപ്പം എന്തിൻ്റെ പെരുപ്പമാണ്? മിഥ്യയുടെ. സൂര്യന് കീഴെ എന്ത് ഞാൻ കണ്ടിരിക്കുന്നു എന്നാണ് 6:1 സഭാപ്രസംഗകൻ പറയുന്നത്? മനുഷ്യർക്ക് ദുർവഹമായൊരു തിന്മ.